എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് എന്താണ് നീതി എന്നതിനെക്കുറിച്ച് ശ്രവിക്കാം. ബൈബിൾ പറയുന്നതനുസരിച്ച് നീതി എന്നത് ദൈവത്തോട് ശരിയായ നിലയിലുള്ള നിലയെ സൂചിപ്പിക്കുന്നു. ധാർമ്മിക വിശുദ്ധിയുടെയും നീതിയുടെയും അവസ്ഥയാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തോടും ഇച്ഛയോടും യോജിപ്പിക്കുന്നത്. നീതി എന്നത് നിയമങ്ങൾ പാലിക്കുന്നത് മാത്രമല്ല, അത് വിശ്വാസം, അനുസരണം, ദൈവകൃപ എന്നിവയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ വേരൂന്നിയതാണ്. അവിടുന്നാണ് ശരിയും നീതിയും എന്താണെന്നതിൻ്റെ ആത്യന്തിക മാനദണ്ഡം. പഴയ നിയമത്തിൽ നീതി പലപ്പോഴും ദൈവത്തിൻ്റെ നിയമത്തോടുള്ള അനുസരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് നീതി വരുന്നത്. നാം എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എന്നിവയിൽ നീതി പ്രതിഫലിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നീതി അനിവാര്യമാണ്. കാരണം അത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുകയും അവനുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇത് കേവലം നിയമങ്ങൾ പിന്തുടരുക മാത്രമല്ല, വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും ദൈവഹിതവുമായി പൊരുത്തപ്പെടുന്നു. ഇതിനെക്കുറിച്ചാണ് അത് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കുന്നു, എന്നാൽ നീതി അവനുമായുള്ള നമ്മുടെ ബന്ധം പുനഃസ്ഥാപിക്കുന്നു. ക്രിസ്തുവിലൂടെ നമുക്ക് നീതി ലഭിക്കുകയും ദൈവമുൻപാകെ നിൽക്കുകയും ചെയ്യാം. അത് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നു. കാരണം നീതിമാൻ മാത്രമേ ദൈവരാജ്യത്തെ അവകാശമാക്കുകയുള്ളൂ. അത് സമാധാനവും സന്തോഷവും നൽകുന്നു, തിന്മയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നു, ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. നീതിനിഷ്ഠമായ ജീവിതം നയിക്കുക എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധി, സ്നേഹം, നീതി എന്നിവയെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ദൈവഹിതവുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് നീതി വരുന്നത്. അത് അനുസരണത്തിലൂടെയും രൂപാന്തരപ്പെട്ട ഹൃദയത്തിലൂടെയും ജീവിക്കണം. നാം യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കണം. ദൈവവചനം പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുക, അനുതപിക്കുകയും പാപത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. ദൈവരാജ്യം അന്വേഷിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറയുക. മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക. പ്രാർത്ഥനയുടെ ജീവിതം നിലനിർത്തുക. ദൈവഭക്തരായ ആളുകളുമായി നമ്മെ ചുറ്റുക. താഴ്മയുള്ളവരായിരിക്കുക. ദൈവകൃപയിൽ ആശ്രയിക്കുകയും ചെയ്യുക. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും വിശുദ്ധിയുടെയും ജീവിതശൈലിയുടെയും ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ് നീതി. ദൈവത്തിൻ്റെ സമാധാനവും അനുഗ്രഹങ്ങളും ശാശ്വതമായ പ്രതിഫലവും അനുഭവിപ്പാൻ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീതി പിന്തുടരാനും ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.